കശുവണ്ടി അഴിമതി കേസിൽ പുതിയ മാപ്പപേക്ഷയുമായി കെ ബിജു IAS പ്രോസിക്യൂഷൻ അനുമതി നൽകിയത് മനസ്സിരുത്തിയുള്ള തീരുമാനമല്ലെന്ന പ്രയോഗത്തിന് മാപ്പ് നൽകണം. വിവാദ ഉത്തരവിൽ നേരത്തെ നിർവ്യാജം മാപ്പ് അപേക്ഷിച്ചിരുന്നു. ഇത് പോരെന്ന് കോടതി പറഞ്ഞതോടെയാണ് പുതിയ സത്യവാങ്മൂലം. ബിനിൽ വിവരങ്ങളുമായി. ബിനിൽ, കഴിഞ്ഞ തവണ ആവശ്യത്തിന് കിട്ടിയതാണ്, ഇത്തവണത്തെ അപേക്ഷ എങ്ങനെയാണ്? ശ്രീജ, മാപ്പ് പറഞ്ഞ് തീരുന്നില്ല. എന്തായാലും കെ ബിജു ഹൈക്കോടതിയിൽ നിന്നുള്ള കോടതിയലക്ഷ്യ നടപടികൾ അവസാനിപ്പിക്കാനായി വീണ്ടും മാപ്പപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. പുതിയ സത്യവാങ്മൂലമാണ് അല്പം മുമ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നാളെ കശുവണ്ടി അഴിമതി കേസിലെ കോടതിയലക്ഷ്യ നടപടി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് പുതിയ മാപ്പപേക്ഷയുമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ കെ ബിജു IAS സമർപ്പിച്ച സത്യവാങ്മൂലം കോടതി നിരാകരിച്ചിരുന്നു. കാരണം അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു മാപ്പപേക്ഷ നടത്തിയെങ്കിലും നേരത്തെയുള്ള വിവാദ ഉത്തരവ്, ആദ്യം പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ഉത്തരവിൽ മനസ്സിരുത്തി തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല എന്ന ഭാഗം എഴുതി ചേർത്തിരുന്നു. ആ ഭാഗം എഴുതി ചേർത്തതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പുതിയ മാപ്പപേക്ഷ നൽകിയിരിക്കുന്നത്. കോടതി അക്കാര്യത്തിൽ കൂടി വിശദീകരണം നൽകാതെ ഈ പത്രിക സ്വീകരിക്കാൻ കഴിയില്ല, സത്യവാങ്മൂലം സ്വീകരിക്കാൻ കഴിയില്ല എന്ന കടുത്ത നിലപാടെടുത്തതോടുകൂടിയാണ് രണ്ടാമത്തെ മാപ്പപേക്ഷയുമായി സംസ്ഥാന സർക്കാരിലെ ഒരു ഗവൺമെന്റ് സെക്രട്ടറിക്ക് IAS ഉദ്യോഗസ്ഥന് ഹൈക്കോടതിയിലേക്ക് എത്തേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും കശുവണ്ടി അഴിമതി കേസിലെ വിവാദങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയെങ്കിൽ പോലും സർക്കാരിന് വലിയ നാണക്കേടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കിയത്. കാരണം INTUC-യുടെ സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരനാണ് കേസിലെ മുഖ്യപ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇറക്കിയ ഉത്തരവ്. കശുവണ്ടി അഴിമതി കേസിൽ പുതിയ മാപ്പപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ കെ ബിജു.